ഒരു അത്ഭുതം അവർ ചെയ്യുന്നതല്ല, ദൈവം ചെയ്യുന്നതാ. പക്ഷെ അവരുടെ ശുശ്രൂഷയിലായിരിക്കും നടന്നത്, ആയിക്കോട്ടെ. പിന്നെ അതെടുത്തിട്ടാണ് പ്രകസനമെല്ലാം നടത്തുന്നത്. എന്നാൽ യേശു അങ്ങനല്ല. 1, 2, 10, 100 ഒന്നുമല്ല, അനവധി നിരവധി അത്ഭുതം യേശു ചെയ്തു. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല. ദൈവത്തിന്റെ മഹത്വം. എന്നാൽ ഏതാനും ചില അത്ഭുതങ്ങളെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളൂ. അതെന്തിനാ കൊടുത്തേക്കുന്നത്? 20-30 വായിച്ച 20-30 യോഹന്നാൻ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തെന്ന. യേശു ചെയ്ത അടയാളമില്ല. അങ്ങനെ പക്ഷപാത രോഗിയോട് പറഞ്ഞിട്ട് തന്നെ നടക്കാൻ പറഞ്ഞു. അന്നേരം അവൻ നടന്നു. അങ്ങനത്തെ അത്ഭുതമൊക്കെയാണ് യേശു ചെയ്തത്. ഒരുത്തൻ കുഷ്ഠരോഗിയാ, മുഴുവൻ കുഷ്ഠമാ, തൊട്ടു, അന്നേരം സൗഖ്യമാക്കി. എല്ലാവരും കണ്ടു കുഷ്ഠം മാറിയത്. ഇന്നത്തെ രോഗശാന്തി പ്രാപ്തന്മാര് അങ്ങനൊന്നും അങ്ങനെ ഇല്ല. വയറ്റിനകത്തൊരു മുഴ, അതാരാ കാണുന്നത്? ഈ മുഴ കേസുകൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനതിന് എതിര് പറഞ്ഞതല്ല. പുറമേ പ്രത്യക്ഷമായിട്ടുള്ളത് പലതും ഇപ്പൊ അങ്ങനെ കാണുന്നില്ല. സ്തോത്രം. ഞാൻ അടയാളത്തിന് എതിര് പറഞ്ഞതല്ല. സ്തോത്രം. യേശു ചെയ്തതെല്ലാവരും കാണുകയാണ്. മുഴുവൻ കുഷ്ഠമായിട്ടൊരുത്തം വന്നു, യേശു തൊട്ടു, അന്നേരം സൗഖ്യം. എല്ലാവരും കണ്ടു. 38 കൊല്ലമായിട്ടൊരുത്തം കിടക്കുക, മനസ്സുണ്ടോടാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു കുളത്തിൽ ഇറക്കാതെ എഴുന്നേറ്റ് കിടക്കാൻ പറഞ്ഞു. അന്നേരം അവന് എല്ലാവരും കാണുക, അവൻ നടന്നു പോകുന്നു. പിറവിയിലെ കുരുടൻ ഒരുത്തനെ, അവൻ ജനിച്ചിട്ട് കണ്ണ് തുറന്നിട്ട് കണ്ണ് കാണാൻ മേല, തുപ്പി ചേറുണ്ടാക്കി കണ്ണ് തൂത്തേച്ച് മനുഷ്യലോകം കളത്തിൽ കിടക്കാൻ കഴിഞ്ഞു. എല്ലാവരും ഇത് കാണുക. യേശു ചെയ്ത് എല്ലാവരും കാണുകയാണ്. പത്രോസിന്റെ വീട്ടിൽ വന്ന് തള്ള പനിച്ച് കിടക്കുക, യേശു അവളെ തൊട്ടു, അന്നേരം എഴുന്നേറ്റ് ശുശ്രൂഷ ചെയ്തു. എല്ലാവരും പത്രോസും കണ്ടു, പത്രോസിന്റെ വെമ്പളയും കണ്ടു, ശിഷ്യന്മാരും കണ്ടു. യേശു എല്ലാവരും കാണുകയാണ് ചെയ്തതല്ല. നമ്മുടെ പല പുള്ളിക്കാരും ആരും കാണാത്ത രോഗശാന്തിയാണ്. അതായത് വ്യത്യാസമുണ്ട്. ഒന്നുകൂടെ 30-ാം വാക്യം വായിച്ചേ മോളെ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചാൽ മാത്രം പോരെ, വിശ്വസിച്ചിട്ട് നാമത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നിരവധി അത്ഭുതം ചെയ്തു. അതെല്ലാം കൂടി എഴുതിയ പുസ്തകം ലോകത്തിൽ ഒതുങ്ങത്തില്ല. എന്നാൽ ഏതാനും ചില അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് എല്ലാവരും വിശ്വസിക്കണം. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടവരും ശബ്ദപരിധിയിൽ ശബ്ദസീമയിൽ ശ്രദ്ധിക്കുന്ന ഏവരും ഓൺലൈനിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുന്ന എല്ലാവരും വിശ്വസിക്കണം യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന്. വിശ്വസിക്കാൻ മാത്രം പോരാ, വിശ്വസിക്കുന്ന സകലർക്കും നിത്യജീവൻ ഉണ്ടാകണം. നിത്യജീവൻ തരാനായി